ഇത് ഒരു നഷ്ടനദിയുടെ കഥയാണ്. ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് നഷ്ടമായ, നമ്മെ പാലൂട്ടി വളർത്തിയ ഒരമ്മയുടെ കഥയാണ്. ഒരു നദി ഒരു ദേശത്തെ ജീവജലം പകർന്ന് വളർത്തിയ കഥയാണ്. ഇത് നമ്മുടെ കഥയാണ്. നമുക്ക് നമ്മെ നഷ്ടമായതെങ്ങനെയെന്നും നമ്മുടെ ചരിത്രത്തെ അധിനിവേശകാരികളായ ഇംഗ്ലീഷുകാർ തിരുത്തി എഴുതിയത് എങ്ങനെയെന്നതിൻ്റെയും കഥയാണ്. ഇത് നാം ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. നമ്മുടെ വേരുകളിലേക്കുള്ള മടക്കവുമാണ്. അതെ, ഇത് സരസ്വതി നദീതട സംസ്കാരത്തിൻ്റെ കഥയാണ്. നാം പാഠപുസ്തകങ്ങളിൽ കേട്ടുപരിചയിച്ച സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ നാഗരികത യഥാർത്ഥത്തിൽ അതിശക്തിയും ജലസമൃദ്ധിയുമായിരുന്ന സരസ്വതി നദിയുടെ തീരത്ത് രൂപപ്പെട്ട നാഗരികതയായിരുന്നു. ആ നാഗരികതയിലെ 60% ഇടങ്ങളും സരസ്വതി നദിയുടെ അതിവിശാലമായ തടത്തിലായിരുന്നു. 20 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിൽ പരന്നു കിടന്നിരുന്ന വിശാലമായൊരു നാഗരികതയായിരുന്നു സരസ്വതി നദിയുടെ തടത്തിൽ രൂപം കൊണ്ടത്. ആ സംസ്കൃതിയെ വളർത്തുവാനും പോഷിപ്പിക്കുവാനും തക്കവണ്ണം സമൃദ്ധമായിരുന്നു ഹിമാലയത്തിലെ ശിവാലിക് മലനിരകളിൽ നിന്ന് ഉദ്ഭവിച്ച് ഇന്നത്തെ ഗുജറാത്തിലെ കച്ചിന് സമീപം സമുദ്രത്തിൽ പതിച്ചിരുന്ന ആ മഹാനദി. തങ്ങളുടെ സംസ്കൃതിയുടെ ഏറ്റവും വലിയ ജീവസ്രോതസ്സായിരുന്നത് കൊണ്ട് തന്നെയാണ് ഭാരതീയർ അവരുടെ മഹത്തായ വാമൊഴി സാഹിത്യത്തിൽ കഴിഞ്ഞ 4000 വർഷങ്ങളായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഈ നഷ്ടനദിയുടെ ഓർമ്മകൾ ആദരപൂർവ്വം കൈമാറി വരുന്നത്. ഋഗ്വേദം മുതൽ രാജസ്ഥാനിലെ നാടോടിപ്പാട്ടുകൾ വരെ സരസ്വതി നദി ചൈതന്യത്തോടെ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കൊളോണിയൽ കാലത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഭാരതത്തെ ചരിത്രമില്ലാത്തവരുടെ നാടാക്കി ചിത്രീകരിക്കാനും അതുവഴി എന്നേക്കും അവരെ തങ്ങളുടെ അധീനതയിൽ നിർത്തുവാനും അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി അവർ പടച്ചുണ്ടാക്കിയ കള്ളക്കഥകളുടെ ഏറ്റവും ഭീകരമായ രൂപമായിരുന്നു ആര്യനാക്രമണ സിദ്ധാന്തം. മധ്യേഷ്യയിൽ നിന്ന് കടന്നു വന്ന ആക്രമണകാരികൾ ഹാരപ്പൻ ജനതയെ തോൽപ്പിക്കുകയും അവരെ വിന്ധ്യപർവ്വതത്തിന് തെക്കോട്ട് ഓടിക്കുകയും ചെയ്തു എന്ന് അവർ കഥ മെനഞ്ഞെടുത്തു, യാതൊരു തെളിവുമില്ലാതെ തന്നെ. അതിനൊപ്പം വേദങ്ങളിൽ എന്നും പ്രകീർത്തിക്കപ്പെട്ട സരസ്വതി നദിയെ അവർ കേവലം ഒരു മിത്താക്കി പുച്ഛിച്ചു തള്ളി. പിൽക്കാലത്ത് ഭാരതത്തിൻ്റെ ചരിത്രരചന സ്വയം ഏറ്റെടുത്ത മാർക്സിസ്റ്റ് എഴുത്തുകാർ സരസ്വതി കേവലം ഭാവനയാണെന്ന് 1000 വട്ടം പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അഭിമാനികളായ ഭാരതീയർ വിദ്യാസ്വരൂപിണിയായ ദേവിയായും അമ്മയായും ആ മഹാനദിയെ നിരന്തരം സ്മരിച്ചു വന്നു. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. എന്താണ് സരസ്വതി നദിക്ക് സംഭവിച്ചത്? എങ്ങനെയാണ് സരസ്വതി നദി ചരിത്രത്തിലെ ഒരു നിഗൂഢതയായി മാറിയത് അഥവാ മാറ്റപ്പെട്ടത്? അതിനുള്ള യഥാർത്ഥ കാരണം സരസ്വതി നദിയുടെ ചരിത്രപരമായ പ്രാധാന്യം തന്നെയായിരുന്നു. സരസ്വതി നദീപഥം കണ്ടെത്താനും നദിയുടെ തിരോധാനത്തിൻ്റെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും പഠിക്കാനുമുള്ള ഗവേഷണത്തിൻ്റെ ചരിത്രം 18-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിക്കുന്നു.
അതിനും 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് 16-ാം നൂറ്റാണ്ടിൽ സരസ്വതി എന്ന നഷ്ടനദിയുടെ നദീപഥം സമർത്ഥമായി ഉപയോഗിച്ചത് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ ആയിരുന്നു. അക്ബർ തൻ്റെ ഗുജറാത്ത് ആക്രമണത്തിന് അതിവേഗം പട നയിക്കുവാൻ തിരഞ്ഞെടുത്തത് വറ്റി വരണ്ട സരസ്വതി നദിയുടെ വഴിയായിരുന്നു. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ 1819 ഗുജറാത്തിലെ കച്ച് മേഖലയിലുണ്ടായ വൻ ഭൂകമ്പത്തിൻ്റെ ഫലമായി ചില മേഖലകൾ 10 മീറ്റർ വരെ ഉയരുകയും ആ മേഖല ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. 1886 ഭൂപടരചയിതാവായിരുന്ന RD ഓൾധാം മഴക്കാലത്ത് മാത്രം ഒഴുകിയിരുന്നതും വേനലിൽ വറ്റി വരളുന്നതുമായ രാജസ്ഥാനിലെ ഘഗ്ഗർ നദിയെക്കുറിച്ച് പഠിക്കുകയും അതിവിശാലമായ ആ പ്രാക്തന നദീപഥത്തിലൂടെ മറ്റൊരു പുരാതന നദി ഒഴുകിയിരുന്നതായി നിരീക്ഷിക്കുകയും ചെയ്തു. അത് വൈദിക സരസ്വതി തന്നെയായിരുന്നു എന്ന് അദ്ദേഹം അനുമാനിച്ചു. എന്നാൽ സമകാലീനരായ കൊളോണിയൽ ചരിത്രകാരന്മാർ അതിനെ അംഗീകരിച്ചില്ല. അനവധി ഗവേഷകർ അവരുടെ പഠനങ്ങൾ തുടർന്നു. അതിലൊരു പ്രധാന വഴിത്തിരിവുണ്ടായത് 1970-ലായിരുന്നു. അമേരിക്കയുടെ ലാൻഡ്സാറ്റ് എന്ന കൃത്രിമ ഉപഗ്രഹം സരസ്വതി നദിയുടെ പുരാതനമായ പഥം കണ്ടെത്തിയതായിരുന്നു അത്. അതിനെ തുടർന്ന് ഭാരതത്തിൻ്റെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ISRO വളരെ ഗൗരവത്തിൽ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അനേകം വിലപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സരസ്വതി നദി ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നതായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ബാബ ആറ്റോമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ശ്രദ്ധേയമായ പഠനങ്ങൾ ഇതിനിടയിൽ നടത്തുന്നുണ്ടായിരുന്നു. 1980കളിൽ ബാബ ആറ്റോമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സരസ്വതി നദിയുടെ ഭൂഗർഭജലത്തെ കാർബൺ ഡേറ്റിംഗ് നടത്തുകയും അതിൻ്റെ കാലപ്പഴക്കം 3500 വർഷത്തിലധികം വരുമെന്ന് കണ്ടെത്തുകയും ചെയ്തു. 2001 ഭുജ് ഭൂകമ്പത്തിൽ റാൻ ഓഫ് കച്ച് മേഖലയിലെ വരണ്ട പ്രദേശങ്ങളിൽ ആഴമുള്ള വിള്ളലുകൾ വീഴുകയും പലയിടങ്ങളിലും ജലസമൃദ്ധമായ കുളങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. 2002 കേന്ദ്രം ഭരിച്ചിരുന്ന വാജ്പേയി സർക്കാർ സരസ്വതി പൈതൃക പദ്ധതി ആരംഭിക്കുകയും വ്യത്യസ്ത ശാസ്ത്ര മേഖലകളെ ഏകോപിപ്പിച്ച് ബഹുമുഖമായ പഠനത്തിന് തുടക്കമിടുകയും ചെയ്തു. എന്നാൽ 2004 UPA സർക്കാർ അധികാരത്തിൽ വന്നതോടെ പദ്ധതി നിർത്തലാക്കപ്പെട്ടു. സരസ്വതി നദി മിഥ്യയാണെന്നും ഗവേഷണങ്ങൾ പരാജയപ്പെട്ടുവെന്നും UPA സർക്കാരിലെ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജയ്പാൽ റെഡ്ഡി 2004 പാർലമെന്റിൽ പ്രസ്താവിച്ചത് വിവാദം സൃഷ്ടിച്ചിരുന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഒരിക്കൽ കൂടി സരസ്വതി നദിയുടെ പുനരുജ്ജീവനത്തിനുള്ള പദ്ധതികൾ വീണ്ടും നടപ്പിലാക്കപ്പെട്ടു. ഇന്ന് ഭൂഗർഭശാസ്ത്രം, ഭൂമിശാസ്ത്രം, പുരാതത്വശാസ്ത്രം, റിമോട്ട് സെൻസിംഗ്, ജിയോഗ്രഫിക് സെൻസിംഗ് എന്നീ ശാസ്ത്ര സാങ്കേതിക സങ്കേതങ്ങളുടെ സഹായത്തോടെ നീണ്ട കാലം നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സരസ്വതി നദി ഹിമാലയത്തിലെ ശിവാലിക് മലനിരകളിൽ നിന്ന് ഉദ്ഭവിച്ച് ഉത്തരാഖണ്ഡ്, ഹരിയാന, രാജസ്ഥാൻ, പാകിസ്ഥാനിലെ അതിർത്തി പ്രവിശ്യകൾ എന്നിവയിലൂടെ ഒഴുകി ഗുജറാത്തിലെ കച്ചിൽ സമുദ്രത്തോട് ചേർന്നിരുന്നതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം 4000 വർഷങ്ങൾക്ക് മുൻപ് നദിയുടെ ഉത്ഭവസ്ഥാനത്തുണ്ടായ വൻ ഭൂകമ്പത്തിൻ്റെ ഫലമായാണ് നദി വറ്റി വരണ്ടു പോയതെന്നും അതാണ് ഇന്നത്തെ രാജസ്ഥാൻ മേഖലകൾ മരുഭൂവൽക്കരിക്കപ്പെടാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒന്നെന്നും തെളിയുകയുണ്ടായി. ഹാരപ്പൻ നാഗരികതയുടെ ക്രമേണയുള്ള തകർച്ചയ്ക്ക് കാരണവും സരസ്വതി നദിയുടെ തിരോധാനമാണ്. സരസ്വതി നദിയിലെ ജലം വറ്റിത്തുടങ്ങിയ കാലഘട്ടത്തിൽ ക്രമേണ ഹാരപ്പൻ നഗരങ്ങളിൽ നിന്ന് ജനത ഗംഗാ സമതലത്തിലേക്കും വിന്ധ്യപർവ്വതത്തിന് തെക്കുഭാഗത്തേക്കും മാറാൻ തുടങ്ങി.